ശബരിമല മകരവിളക്കിന് ഒരുങ്ങുകയാണ്. ഇന്ന് തിരക്ക് കുറവാണ്. പൊതുവെ തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങാൻ കഴിയും. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. മകരവിളക്കിന് 2 ദിവസം മാത്രം ശേഷിക്കെ ശബരിമലയിൽ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയാണ്. ഇന്ന് ക്ഷേത്രത്തിന്റെ ശുദ്ധിക്രിയകൾ തുടങ്ങും. പ്രാസാദ ശുദ്ധിക്രിയകളാണ് ഇന്ന് നടക്കുക. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് തന്ത്രി മഹേഷ് മോഹന്റെ കാർമ്മികത്വത്തിൽ ഈ ചടങ്ങുകൾ നടക്കുക. നാളെ ബിംബ ശുദ്ധിക്രിയകളാണ് നടക്കുക. എന്നാണെങ്കിലും ഇന്നത്തെ അവസ്ഥ തിരക്ക് താരതമ്യേന കുറവാണ് എന്ന് തന്നെയാണ്. ഇന്നലത്തെ അതേ സാഹചര്യം തന്നെയാണ്. ഇന്നലെ 69,299 തീർത്ഥാടകരാണ് പോലീസിന്റെ കണക്കിൽ സന്നിധാനത്ത് എത്തിയത്. ഇന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. എവിടെയും തിരക്കില്ല, എവിടെയും നിയന്ത്രണങ്ങളില്ല. തീർത്ഥാടകർക്ക് പമ്പ മുതൽ സന്നിധാനം വരെ സുഖമായിട്ട് കടന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇന്നില്ല. വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗം പേരും കഴിഞ്ഞ ദിവസങ്ങളെ സൂചിപ്പിച്ചതുപോലെ തന്നെ സന്നിധാനത്ത് തന്നെ തങ്ങുന്ന ഒരു കാഴ്ചയുണ്ട്. പാണ്ടിത്താവളത്തിലും ആ മേഖലയിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ നിരവധി ഷെഡുകളും പർണശാലകളും ഒക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയ തീർത്ഥാടകർ ഇനി ഈ മകരവിളക്ക് കണ്ടതിന് ശേഷം മാത്രമേ മലയിറങ്ങുകയുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു തിരക്ക് ആ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്ത് വരുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറവാണെങ്കിലും ഇവിടെ തങ്ങുന്ന തീർത്ഥാടകർ അവർ പല തവണയായിട്ട് ദർശനത്തിന് എത്തുന്ന ഒരു സാഹചര്യം. അത്തരത്തിലൊരു ചെറിയ തിരക്ക് മാത്രമാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. എന്നാണെങ്കിലും വലിയൊരു തിരക്ക് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ആ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മകരവിളക്ക് ദിവസം ഏകദേശം 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് ഉണ്ടാകും എന്നൊരു കണക്കൂട്ടലാണ് പോലീസിനും ദേവസ്വം ബോർഡിനും ഉള്ളത്. അത് മുൻനിർത്തിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്നാണെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമായതോടെ തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. തീർത്ഥാടകർക്കെല്ലാം സുഖമായിട്ട് ദർശനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. എവിടെയും നിയന്ത്രണങ്ങളില്ല, എവിടെയും തടസ്സങ്ങളില്ല. വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യം. മകരവിളക്കിന്റെ മുന്നൊരുക്കങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. പോലീസിന്റെയും അതേപോലെ RIFന്റെയും കൂടുതൽ ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടെ എത്തുന്ന തീർത്ഥാടകർ വലിയൊരു വിഭാഗം ഇവിടെ തങ്ങും എന്ന ഒരു മുൻകരുതലിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസിന്റെ മുന്നൊരുക്കങ്ങളും പുരോഗമിക്കുന്നത്. സന്നിധാനത്ത് തിരക്ക് ഇന്ന് വളരെ നിയന്ത്രണ വിധേയമാണ്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ വന്ന് ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സന്നിധാനത്തും CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.